നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദാണ്ട് ഈ രണ്ട് പെൺകുട്ടികളെ കാണാതെ ഒരു ദിവസം നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കാൻ നേരത്തെ ഇവരുടെ ഫോളോവേഴ്സ് രണ്ട് 1 മില്യൺ 2 മില്യൺ ഫോളോവേഴ്സ്, ഓരോ വീഡിയോയ്ക്കും മില്യൺ കണക്ക് വ്യൂസ്, ഇവർക്കൊരു 1,000 ഫാൻസ് ഗ്രൂപ്പുകാർ, ഒറ്റപ്പാട്ടിന് ഒറ്റ എക്സ്പ്രഷൻ, വ്യത്യസ്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഓരോ റീൽസ് ഇടും, അതിനൊക്കെ മില്യൺ കണക്ക്. കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അക്ക 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 എന്ന് പറഞ്ഞ് കുറേ തമിഴന്മാരും കുറേ ബംഗാളികളും പിന്നെ കേരളത്തിന് പുറത്ത് ആരൊക്കെയുണ്ടോ അമ്മാതിരി ടീം ഫുൾ അവിടെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ ട്രെൻഡ് ഇവരാണ്. ഇതേ സംഭവം ഇതേ സെയിം സാധനം തൊട്ടപ്പുറത്ത് ഏതെങ്കിലും ഒരു ആൺപിള്ളേർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ അവനെ കോളനി എന്ന് വിളിച്ച ആൾക്കാർ ആക്ഷേപിക്കും. സത്യം, കോളനി എന്ന് വിളിച്ച് ആക്ഷേപിക്കും. സംഭവം ഇതിൽ പഴയ ടിക്ടോക്കിന് നടന്നുകൊണ്ടിരുന്ന സമയത്ത് സെയിം സാധനം ഇന്ന് കണ്ണടിയിലിട്ട് നോക്കുക, എന്നിട്ട് കൈ ഇങ്ങനെ കിട്ടുക, എന്നിട്ട് കണ്ണ നിറച്ച് കാണിക്കുക. ഈ സാധനം വല്ല ആമ്പിള്ളേർ ചെയ്താണ്ടല്ലോ, അവൻ കോളനിയാണ്. ആ കമൻറ്റ് ബോക്സ് മുഴുവൻ തെറിവിളി കൊണ്ട് നിറയും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയം. മനസ്സിലായ ഒരു കാര്യം, പെൺപിള്ളേർ ചെയ്താൽ ഇവിടെ ക്യൂട്ടും, ആമ്പിള്ളേർ ചെയ്തവന്മാർ കോളനി ആകുന്നൊരവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. ആമ്പിള്ളേർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവനെ തൂത്ത് തുടച്ചിക്ക് അടുത്ത സമയത്ത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. രണ്ട് പയ്യന്മാർ ഇവന്മാർ ഫ്രണ്ടിലും ബാക്കിലും നിന്നിട്ട് സെയിം എക്സ്പ്രഷനൊക്കെ ഇടുന്നു. കാണാൻ നേരത്ത് നമുക്ക് അയ്യേ എന്നൊക്കെ തോന്നും, സത്യമാണ്. അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാലും ഈ കേരളം ഒരുമിച്ച് നിന്നിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് അവരെ ഇല്ലാതാക്കി വിടും നമുക്ക് കാണാം. അതേസമയം ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ വാവ് അടിപൊളി. ഈ ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നാറുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരല്പം സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിയായിട്ട് ജനിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് റീച്ച് ഉണ്ടാക്കാമായിരുന്നു, പെട്ടെന്ന് ഫേമസ് ആകാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്ന നേരത്ത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കുറച്ച് കേക്ക്, കുറച്ച് KFC, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വരും. എന്നിട്ട് കുറച്ച് ആൾക്കാരോട് ചോദിക്കും ഇത് കഴിച്ച് കഴിഞ്ഞാൽ 100 തരും. പിന്നെ അതിന് രസമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് കഴിക്കുകയും ചെയ്യാൻ, നമുക്കൊരു 100 രൂപയും കിട്ടില്ല, അവന് റീച്ചും കിട്ടും, കുഴപ്പമില്ല. പിന്നെ ഒരു രസമുണ്ടെന്ന് പറയാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ടിരിക്കുക കാര്യം, എല്ലാവരും കൊണ്ട് തരുന്നത് ഇതുപോലെ മേടിച്ചും കഴിച്ചേക്കരുത്. കാരണം എങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളുടെ മുമ്പിൽ ഈ ഫുഡുമായിട്ട് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും കലർത്തി തന്നു കഴിഞ്ഞാൽ പിന്നെ ബോധം വരുമ്പോൾ നമ്മൾ എവിടെയാണെന്ന് പോലും മനസ്സിലാക്കത്തില്ല. അപ്പോൾ ഇതിന് മുമ്പിൽ ഒരു അപകടം കൂടിയുണ്ട്. ഇതുപോലുള്ള പരിപാടിയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരു ഓപ്പൺ സ്പേസ് ആണെന്നൊക്കെ മനസ്സിലാക്കി, സേഫ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇവർ കൊണ്ട് തരുന്നത് എന്തോ എടുത്ത് കഴിക്കാൻ. ഈ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാർ എന്തെങ്കിലും മായം കലർത്തിയിട്ട് തരുവാണെന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയുണ്ട്. അപ്പോൾ ഇങ്ങനെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഈ ഫുഡ് കൊടുത്ത് റീച്ച് ഉണ്ടാക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അതിന് ഫുഡ് കഴിച്ച് റീച്ച് ഉണ്ടാക്കുന്ന പരിപാടി കുഴപ്പമില്ല. പിന്നെ കുറേ നന്മമരം കളികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പം കുറച്ച് ആൾക്കാരുണ്ട് കൈയൊക്കെ പുറകെ കെട്ടി കുറച്ച് നന്മമരം കളിക്കുന്ന ടീമൊക്കെ ഉണ്ട്. പറയുന്നത് സംഭവം റീച്ച് തന്നെ. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോസ് ഇടുന്ന ആൾക്കാരുടെ എല്ലാവരുടെ ഉദ്ദേശം ഇപ്പം ഈ സംസാരിക്കുന്നത് എനിക്കാണെന്നുണ്ടെങ്കിൽ റീച്ച് കിട്ടും. മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് ഇതിനകത്തെ കാര്യം. നമ്മളിപ്പം ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരാളെന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ അയാളെ പിടിച്ച് ദൈവമാക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു ദിവസം ഒരാൾക്ക് വീട് വെച്ച് നൽകുന്നു എന്നുള്ള രീതിയിൽ, അല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാൻ ഈ വണ്ടി തരാമെന്നുള്ള രീതിയിലൊക്കെ പല ആൾക്കാരും പ്രതി. ഇതൊക്കെ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഇത് ജനങ്ങളോട് എൻ്റെ സേവനമാണെന്നൊക്കെ തോന്നും. ചുമ്മാ വാഴയ്ക്കാവും, അതൊക്കെ വെറുതെ പറയുന്നതാണ്. നിങ്ങളത് കാര്യം മനസ്സിലാക്കുക. ഈ കമൻറ്റൊക്കെ ഇടാൻ നേരത്ത് റീച്ച് ഉണ്ടാവും, അതാണ് കാര്യം. അത് പബ്ലിക്കായിട്ട് ഞാനങ്ങ് പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വലിയ മഹാൻ പരിപാടി ചെയ്യുന്ന ആരും ഇല്ല. ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്നും നമുക്കൊരു വലിയ ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല. നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും, നമ്മളൊരു ബിസിനസ് തുടങ്ങത്തില്ലേ, അതുപോലെ തന്നെ നമ്മളൊരു കാറ് കൊടുക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറയും. അപ്പോൾ കമൻറ്റ് വരാൻ നേരം ഈ വീഡിയോ വൈറലാവും, നമ്മുടെ ഫേസ് കുറേ ആൾക്കാരിലേക്ക്, നമ്മളിവിടെ ഒരാളുണ്ട്, ഇങ്ങനൊരു ചാനലുണ്ടെന്ന് ആൾക്കാരറിയും. ഇതാണ് അവരുടെ ഉദ്ദേശം. ഈ അടുത്ത സമയത്തായിട്ട് നമ്മുടെ നാട്ടിൽ ചില അറിയപ്പെടുന്ന ചില ഫാമിലി വ്ളോഗേഴ്സൊക്കെ റോഡിൽ ഇറങ്ങിയിട്ട് വെറുതെ ഇരിക്കുന്ന അമ്മമാരുടെ അടുത്തൊക്കെ പോയിട്ട് അമ്മൂമ്മേ വല്ലതും കഴിച്ചോ, എന്നാൽ പിന്നെ ഇത് വെച്ചോ, ഇതെൻ്റെ ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു. പിന്നെ ഭയങ്കര സന്തോഷം, ഇതൊക്കെ ചുമ്മാ പറ്റിയിലാണ്. ഇത് ഒരാളുടെ അവസ്ഥ എടുത്തിട്ട് മാക്സ് മുതലാക്കുക. പിന്നെ കുറേ എണ്ണം ഗെയിം കളി ടീം ഇറങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു ജോലിയാണ്. ഈ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പേജ് സ്വാഭാവികമായിട്ടും വളർത്തിക്കൊണ്ട് വരിക. അതിനുവേണ്ടി കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. പിന്നെ മഹാനാണ്, മഹാത്മാഗാന്ധി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് പറയാനുള്ളത്, പേജ് റീച്ചാക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാം ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് ചില ആൾക്കാർക്ക് ഫുഡ് മേടിച്ച് കൊടുത്തിട്ട് അത് സൈഡിൽ നിന്നിട്ട് വീഡിയോ എടുത്തിടുന്ന ആൾക്കാരുണ്ട്. ചുമ്മാ പേരുണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു കാര്യമില്ല. ഈ അവർ ആലപ്പുഴക്കാരനുണ്ടായിരുന്നു, ഒരു ഹർഷൻ എന്ന് പറയുന്ന ഒരു തെലുങ്ക് കോണ്ടൻറ്റ് ക്രിയേറ്റർ ഉണ്ട്. പുള്ളി ചെയ്ത അതേ സാധനം കോപ്പി അടിച്ചിട്ട് ഇവിടെ കാണിക്കും. പെട്രോൾ ഫ്രീ കൊടുക്കുക, 1 രൂപയ്ക്ക് പെട്രോൾ. അതുപോലെ തന്നെ വീട് വെച്ച് കൊടുക്കുന്നു, വീടിന് മുമ്പിൽ കൊണ്ടുവന്നൊരു മരം, അതിനകത്ത് നോട്ട് വെച്ചിട്ട് മരം കൊടുക്കും. ഇതൊക്കെ ചുമ്മാന്നേ സെയിം സാധനം. ഇത് ഇപ്പോൾ നന്മ മരങ്ങൾ കളിക്കുന്നതെന്ന് പറയത്തില്ലേ, ഇതാണ് സംഭവം. നന്മ മരങ്ങൾ കളിക്കുക. കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതൊരു വരുമാന മാർഗമാണ്, ഇതൊരു ബിസിനസ്സാണ്. ഇത്
ഇത് നമുക്ക് മനസ്സിലാക്കിയെടുക്കുക, നിങ്ങളെ കാര്യം മനസ്സിലാക്കി കാണുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഇത്തരത്തിലുള്ള വീഡിയോകളാണ് അന്നെടുത്ത് ചില കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നിയെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന സ്ത്രീകളെയും കണ്ടിട്ടുണ്ട്, പുരുഷന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലെ ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ആണ്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് റിസർച്ച് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിൽ കൂടുതൽ സമയമെടുക്കുന്ന, ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന മനുഷ്യരുണ്ട്. ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ചിക്കൻ കറി ഉണ്ടാകുന്നത് നിലവിലത്തെ വിലയാണെന്നുണ്ടെങ്കിൽ 1 കിലോ ചിക്കന് 120 രൂപ. അപ്പോൾ 2 കിലോ ചിക്കൻ മേടിക്കണം. 2 കിലോ ചിക്കൻ, അതിനുള്ള സാധനങ്ങൾ, ഓയിൽ, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്യാസ്, കാര്യങ്ങൾ, സമയം, ഒരര ദിവസം എടുത്തിട്ടായിരിക്കും ഒരു വീഡിയോ എടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു എഫേർട്ടുണ്ട്, അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ഇവർക്കൊന്നും വ്യൂ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ട്രാവൽ വീഡിയോസ് ചെയ്യുന്നത്, ഇപ്പോൾ സ്വിഗ് ഭക്തനെ നിങ്ങളൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുക. സ്വിഗ് ഭക്തന് നല്ല വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ സ്വിഗ് ഭക്തൻ ചിലവാക്കുന്ന ഒരു എമൗണ്ട് വളരെ വലുതാണ്. കാരണം ഒരു രാജ്യത്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാവലിൻ്റെ ഫ്ലൈറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ വിസയുടെ പരിപാടികൾ, അങ്ങനെ എന്തെല്ലാം ചിലവാണത്. ഈ വാഹനങ്ങളുടെ ചിലവ്, അല്ലെന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ ചിലവ്, അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ താമസത്തിൻ്റെ, അങ്ങനെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത ഇൻസ്റ്റഗ്രാമിലെ വ്യൂ ആണ് മറ്റേ പെൺകുട്ടികൾക്കുള്ളത്. ഏത് അവർക്ക് സെയിം പാട്ട്, സെയിം എക്സ്പ്രഷൻ, വ്യത്യസ്ത ഡ്രസ്സ്, ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടും ക്രിയേറ്റീവ് അല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും, ഇപ്പോൾ എന്നെയും നിങ്ങൾ കൂട്ടുക, എല്ലാവരും മഹാന്മാരൊന്നുമല്ല. നമ്മളൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു വിഷയത്തെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. മനസ്സിലായി? ഇതിനൊക്കെ നമുക്ക് കൃത്യം രീതിയിൽ ഒരു വരുമാന മാർഗ്ഗമാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും മഹാത്മാന്മാരൊന്നുമല്ല, എല്ലാവരും ഭയങ്കര സംഭവമൊന്നുമല്ല. പിന്നെ ചില ആൾക്കാരൊക്കെ മാസ് സ്റ്റാറ്റസൊക്കെ ഇട്ട് കൈയൊക്കെ പുറകെ കെട്ടി ഒരു മുണ്ടൊക്കെ എടുത്ത് നിന്നിട്ട് എന്തോ ആണെന്നൊക്കെ ചിലതൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില ആൾക്കാർ പാവങ്ങളുടെ പടത്തലവനാണെന്ന് അഭിനയിക്കുന്നുണ്ട്. വെറുതെ ചുമ്മാ ഒരു കാര്യവുമില്ല. സഹായിക്കുന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്നും അവർക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ഫെയിം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്നും 1 വെച്ച് 5 ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അതിൽ ചില ആൾക്കാർക്ക് ഗുണം കിട്ടുന്നുണ്ട്, ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1 വെച്ച് 5 ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സുകാരനായിട്ട് എല്ലാവരെയും കണ്ടാൽ മതി. ഇത് നല്ലൊരു വരുമാനം കിട്ടും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു വർക്കുണ്ട്, നല്ലൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, നമ്മളിതിൻ്റെ പിന്നാലെ നടക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇടയ്ക്കെങ്കിലും ഇതുപോലുള്ള കാച്ചാപൂച്ച ഈ പരിപാടിക്കൊക്കെ ലൈക്ക് അടിച്ച്, എനിക്ക് തോന്നുന്നില്ല മലയാളികളാണ് കൂടുതലും, കുറേയൊക്കെ അക്കവിളികളൊക്കെ കേൾക്കാൻ നേരത്ത് തമിഴ്നാട് തൊട്ട് അങ്ങോട്ടാണ് ആൾക്കാരെങ്കിലും. ഇന്നത്തെ കാലത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്, പണ്ട് ടിക്ടോക്കിൽ കളിച്ചുകൊണ്ടിരുന്ന സെയിം കളി ഇപ്പോൾ ഇവിടെ കളിക്കുന്നു. ആൺപിള്ളേർ ചെയ്ത് കഴിഞ്ഞാൽ കോളനിയും, പെൺപിള്ളേർ ചെയ്ത് കഴിഞ്ഞാൽ ആഹാ സൂപ്പർ എന്നുള്ള വിളി. അത് ശരിയല്ല കേട്ടോ, അത് ശരിയല്ല. ഏതായാലും അതൊരു പേജ് കാണുന്നത് ഫോളോ ചെയ്യുന്നവരും ബിരിയാണിക്ക്.